ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രവീണ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ മോനും കുട്ടമ്മനും കൂടിയും ഒന്ന് പിടിക്കാൻ കിട്ടിയ മീനാണ് ബ്രാല്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണെന്ന് പറയാം. ജീവനുണ്ട്, പകുതി ജീവനുണ്ട്. ഒന്ന് തിന്നാൻ എനിക്ക് പ്രയാസം. എങ്ങനെയും ഞാൻ കൊല്ലും, ഞാൻ തിന്നും. ഈ ഒരു മീൻ കുറേ മുന്നേ തിന്നതാണ്. ഇപ്പോഴാണ് അത് തിന്നാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ വരെ ആരും ഇത് കൂട്ടില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെ മുഴുവനും തിന്ന് തീർക്കണം. അപ്പയ്ക്ക് ഭാഗ്യം ഒരു മീൻ മുഴുവൻ ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് തിന്നട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കാനായിട്ട് പോകാം. ഇതിൻ്റെ മേലുള്ളൊരു വഴുവഴുപ്പ് പോകാനായിട്ട് ഞാൻ വെണ്ണീറിൽ നല്ലോണം കുഴച്ചു കിട്ടും അതിനെ. എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഇത്രയും വലിപ്പമുള്ള മീനൊന്നും എനിക്ക് മുറിക്കാൻ അങ്ങനെ അറിയില്ല. അവിടെ അയിലയും മത്തി പിന്നെ എന്താ കടലിലെ മീനൊക്കെ മുറിക്കാൻ അറിയാം. എന്ന് വെച്ചിട്ട് വലിയ മീനുകളല്ല, അങ്ങനത്തെ മീനൊന്നും വല്ലാതൊക്കെ മുറിക്കാൻ അറിയില്ല. ഞാൻ ഇന്നെ കൊണ്ടാണ് രീതിയിലൊക്കെ നല്ല ഇതിൽ മുറിച്ചൊക്കെ എടുത്തത്. ഞാൻ പുഴമീനും പാടത്തെ മീനും അതുപോലെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ തിന്നും. ഈ പുഴത്തെയും ഈ ബ്രാലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും തല തിന്നൂല കേട്ടോ, ഉടൽ മാത്രമേ തിന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. ഞാനൊരു മീൻ നുണച്ചാന്ന് പറയാം. ഞാൻ എല്ലാ തരം മീൻ കൂട്ടുമ്പോൾ അമ്മ അനിയത്തി എല്ലാവരും ഇതിന് ചേച്ചി വരെ എന്നെ കളിയാക്കും. ഇനി മനുഷ്യനെ തിന്നാനുള്ളൂ എന്നും പറയാനുള്ളൂ. പക്ഷെ എന്താ പറയുക, പൊരിച്ചതുണ്ടല്ലോ, പൊരിച്ച മീൻ, ഇനി ചിക്കനാവട്ടെ എന്താവട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മീനൊക്കെ ക്ലീനാക്കി ആ ഒരു വെണ്ണീറിൻ്റെ ഇതൊക്കെ പോയിക്കതിന് ശേഷം നല്ലോണം റൗണ്ട് ചെയ്ത് മുറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ തല എടുക്കണമെന്ന് വെച്ചാൽ പൂച്ചകളുണ്ട്. അപ്പോൾ മീൻ ഏതായാലും ഞാൻ പൊരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തലയും കൂടി പൊരിച്ചാൽ അവർക്ക് ചോറ് എന്ത് ചെയ്യുക, ഈ തലയും ആ പൊരിച്ച മീനിൻ്റെ മസാലയും കൂടി കൂട്ടി വെച്ച് കൊടുക്കാമല്ലോ കരുതിയിട്ടാട്ടോ തല എടുത്തിട്ടുള്ളത്. അങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മീനിനെ ഞങ്ങൾ ബ്രാലെന്നാണ് അധികം പറയാറ്. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടുകൊണ്ട് ചിലർ വരാൽ അങ്ങനെയൊക്കെ പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനിന് എന്താ പറയുന്നതെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ നമ്മുടെ ചാനൽ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇത് നല്ലോണം ഉപ്പിട്ട് കുഴച്ചതിന് ശേഷം നല്ലോണം ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ എൻ്റെ അച്ചച്ചന് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പീസ് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചച്ചന് വെച്ചെടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമൊക്കെ എടുത്തുന്നത് അനിയത്തിയായിരുന്നു. രണ്ടാമതെടുത്തിരുന്ന ക്യാമറമാൻ എൻ്റെ അമ്മയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് 4000 മണിക്കൂർ കഴിയാനായി. അപ്പോൾ ഇനിയും ഒരു 200ൻ്റെ മേലെ കുറച്ചും കൂടി സബ്സ്ക്രൈബറൊക്കെ വേണം. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങി ഇത്രയും സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കൽ കൂടി പറയാണ്. നല്ല നുറുക്ക് തീറ്റയിലാണ് നുറുക്ക് ഇങ്ങനെ തിന്നാണ്. വേണോ ചോയ്ക്ക്? ഇല്ല പറയും, തരില്ല പറയും. അപ്പോൾ ഈ ഒരു മീൻ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് മസാലക്കൂട്ടുകളോ കാര്യങ്ങളില്ല. സാധാരണ നമ്മളെങ്ങനെ മീൻ വറുക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലോണം കുഴച്ചതിന് ഒരു ഇത്തിരി വെളുത്തുള്ളിയും കൂടി ചതച്ചിടുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എടുത്തിട്ടൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ എന്താ അറിയുള്ളത്, പൊരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ചീനച്ചട്ടിക്കിട്ട് പൊരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്ഷമ ചോദിക്കുക കേട്ടോ. അപ്പം അതാ നീ ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് ഞാൻ കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.